ഹായ് ഗൈസ്, അപ്പോൾ ഇന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് നമ്മുടെ ശബരിമല പമ്പ ഈ റൂട്ടിൽ കൂടെ കൊട്ടവഞ്ചി സവാരി ഒക്കെയാണ് പോകുന്നത്. പിന്നെ വേറെ കാര്യം ഇപ്പം നമ്മുടെ ചാനലിൽ ആരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ജയിക്കണം, സപ്പോർട്ട് കിട്ടണം. സപ്പോർട്ട് കുറച്ചേക്കെ തരുന്നുള്ളൂ. അവർക്ക് നന്ദിയുണ്ടായി. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും. നീ ലൈക്ക് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യണം. ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ പോയിട്ട് വൈകിട്ട് ഉച്ച സമയം, വൈകിട്ടല്ല, ഒരു എത്ര മണിയാവും പോയിട്ട് വരുമ്പോൾ? ലേറ്റാവും. നമ്മൾ രാവിലത്തെ ഫുഡ് ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്ത് നല്ല ദോശയും ചമ്മന്തി, പിന്നെ വേറെ എന്ത് കാര്യം എനിക്കറിയത്തില്ല. നമ്മുടെ ദോശ എന്ന് പറയുമ്പോൾ മസാല ദോശ. മസാല ദോശയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? ആണോ? ആണ്. പിന്നെ പപ്പം വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരും. നമുക്ക് അപ്പോഴേക്കും അമ്മയും അശ്വിനിയും ഒരുക്കമാണ്. എപ്പം വരുമെന്നാണെന്തോ അറിയത്തില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് ഒരുപാട് ലൈക്കൊന്നും കിട്ടുന്നില്ല. എന്താണെന്നോ അത് അറിയത്തുമില്ല. പോട്ട് മസാല ദോശ എല്ലാം ഉണ്ടായിരിക്കുന്നത്. നെയ് റോസ്റ്റ് ആയിരുന്നു ഗൈസ്. സോറി, അറിയത്തില്ല. ഞാൻ കണ്ട മസാല ദോശ പോലെ അല്ലേ ഇരിക്കുന്നത്. നെയ് റോസ്റ്റ് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഗൈസ്, പപ്പ വന്നിട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ്, എൻ്റെ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? വരയൊക്കെ ഇട്ടിട്ടുണ്ട്, വൈബാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ആർച്ചറി ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിന് പോയേക്കുവാണ്. അപ്പോൾ ഈ PT സാറ് ഇതൊക്കെ ഉണ്ട്, പിന്നെ അടിച്ച് നോട്ടിക്കും. അത് പ്രശ്നമാണ്. പക്ഷെ എങ്ങനെ വർദ്ധിക്കും? ജൂഹി സിസ്റ്റർ, പിന്നെ നമ്മുടെ സ്കൂളിൽ മെയിൻ സിസ്റ്റർ ജൂഹി സിസ്റ്ററാണ്. ജൂഹി സിസ്റ്റർ കണ്ടാൽ പിന്നെ അവിടെ വമ്പൻ പ്രശ്നമാണ്. ഒന്നും വായില്ല, വമ്പൻ പ്രശ്നം. എടാ എനിക്കത് ആലോചിച്ചൊരു പേടിയായിരുന്നു. പിന്നെ എൻ്റെ ആർച്ചറി വീഡിയോസ് ഈ ഇടയ്ക്കൊക്കെ വരുന്നതായിരിക്കും. ആർച്ചറി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ബോർഡ് ഞാൻ തൽക്കാലത്തേക്ക് ഈ ബോർഡാണ്. നിങ്ങൾ അങ്ങനെയൊന്നും കരുതില്ല. ഇവിടെ ആയിട്ട് എഴുതി വയ്ക്കും. ഇപ്പോഴേ നിങ്ങൾക്ക് കാണാനല്ലാതാണ് ഇവിടെ ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 10 മാത്രമേ വരയ്ക്കത്തുള്ളൂ. ഞാൻ നേരത്തെ 9ഉം 10ഉം വരയ്ക്കും. ഇപ്പം 9 വരെ 9, 10 വരയ്ക്കത്തില്ല. വെച്ചാൽ 9, 10 അത്ര 9, 10, 7, 8ഒക്കെ വരയ്ക്കുമായിരുന്നു. ഇപ്പം ഈ 10 മാത്രം വരയ്ക്കുകയാണ്. എനിക്ക് അറിയാം, അത് നല്ലോണം അറിയാം. ഇന്ത്യൻ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സാറെ കൊണ്ടുവന്ന് സ്കൂളിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഈ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വേറെ ബോർഡ് പണിഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അത് തടിയും വെച്ച് ഉണ്ടാക്കുന്നതാണ്. തടിയും വെച്ച് ഉണ്ടാക്കിയിട്ട് വേറെ എന്തൊക്കെയോ ഒട്ടിക്കുമെന്നുണ്ട് പറഞ്ഞായിരുന്നു. ആണ്ടെ ഈ ബോർഡാണ്. ഈ ബോർഡ് ഞാൻ തുണിയൊക്കെ പിടിച്ചിട്ട് അമ്മയുടെ ഒരു കാര്യം നോക്കുക. ഈ ബോർഡിനകത്ത് എന്തൊക്കെയോ ഒട്ടിച്ച് പേപ്പറൊക്കെ എന്തോ ഒട്ടിച്ചിട്ട് സീലാവും. അങ്ങനെയൊക്കെയാണ്ട് ചെയ്തിട്ട് ഒട്ടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ആർച്ചറി അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും കാണാം. എൻ്റെ ആർച്ചറി ഇതിൻ്റെ ഷോർട്സ് ഇടാം. എൻ്റെ ഞാൻ ഫസ്റ്റ് ഇടുന്ന ഷോർട്സിലാണ് എൻ്റെ ആർച്ചറി വീഡിയോ. പിന്നെ വരുന്നത്
പിന്നെ വരുന്ന വീഡിയോക്കകത്താണ്, നിങ്ങൾ നോക്കി കണ്ടാൽ മതി. ഓക്കെ, പ്ലീസ് ലൈക്ക് ഷെയർ. ഞാൻ ഒന്നും കൂടെ എനിക്ക് ഇതില്ല, ഒരു പേടിയാണ്, എനിക്ക് സങ്കടമുണ്ട് ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്, സബ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട്? അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും, ഇനി ഞാൻ ഓർമ്മിപ്പിക്കത്തില്ല, ഇനി നിങ്ങൾ സബ് ചെയ്യണം. ഗൈസ് പപ്പ വരുമ്പോഴേക്ക് നീ കാണാം. ബൈ ബൈ. എനിക്ക് നെയ്റോസ്റ്റും പിന്നെ ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കി സമയമാണെങ്കിൽ നെയ്റോസ്റ്റ് ആണുള്ളത്. പിന്നെ ഇതും എന്താ എന്തായിരുന്നു പറയുന്നത്? ചമ്മന്തിയും വെച്ച് അറാട് സാധനം കെട്ടിക്കൊണ്ടിരിക്കുക. പുതിയ കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യം നോക്കാം, ഞാൻ ഇന്നലെ കഴിച്ചായിരുന്നു, പക്ഷേ കൊള്ളാം. ഇത് ദോശ പോലെ ഇരിപ്പുണ്ട്. വേറെ തിരിഞ്ഞാട്ടോ ടെസ്റ്റ് പോലെ കൊള്ളാം. കുറച്ചും കൂടെ ഞാൻ എടുക്കാം. കഴിച്ചിട്ട് വരാം. ഗൈസ്, നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. അതന്നെ, പുറത്ത് പോകാൻ പോവാണ്. ഈ ബുക്കൊക്കെ ആരാ ഗൈസ്? എനിക്കിവിടെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഫുള്ളും മതി. സോറി, നമുക്കിതിവിടെ എല്ലാം റെഡിയാക്കണം. ഈ ഷൂ തുറച്ചില്ല, രാവിലെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ കമ്പ്യൂട്ടറാണ് കേട്ടോ. കമ്പ്യൂട്ടർ പിടിച്ച് മസിയായിരിക്കുന്നുണ്ട്, ഒന്ന് കാണിയത്. ഇത് കമ്പ്യൂട്ടർ പി സി കുഴപ്പമുണ്ടാകുന്നതിന് കൂടുതൽ ശരിയാക്കി ഇപ്പം ചെയ്യാം. നമുക്ക് ഇപ്പം ചൂടച്ച് പാടാം. നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ സൂണോ തീർക്കായോ? എനിക്ക് ഇഷ്ടപ്പെട്ട അത് കുഴപ്പമില്ല, ചാർജിങ് കുഴപ്പമില്ല. ഷൂന് കെട്ടി ഒരു കൈ പോകുന്നു, ഒരു കൈ കാറ് മേടിക്കണം. എന്തോ സാധനം എടുക്കണ്ടായിരുന്നില്ല, അതൊക്കെ കാറെടുക്കാം വേണം, കാറെടുത്ത് വയ്ക്കണം. ഈ സാധനങ്ങളൊക്കെ എടുത്ത് അമ്മേ ഇതിപ്പോൾ വൈകുന്നേരം നല്ലത്. ഈ സത്യം പറയുന്നത് നമ്മൾ കാരണം കൊണ്ട് അശ്വിനി കയറി വരുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. അശ്വിനി തുണിയും പറിച്ചുകൊണ്ട് കയറി വരുന്നുണ്ട്. തോത്താൻ വേണ്ടിയിട്ടാണോ തുണി കൊണ്ടുവരുന്നത്? ഇത് നമ്മുടെ കാറല്ല കേട്ടോ,
ഇത് ആദ്യം പറഞ്ഞത് ഇത് നമ്മുടെ കാറല്ല, ഇത് വേറെ ആരുടെ കാറാണ്. നമ്മുടെ കാറൊക്കെ ആണെങ്കിൽ പോയി ഗീസ് പുതിയ കാർ മേടിക്കാൻ നോക്കുക. ഞാൻ എന്ന് മേടിക്കുന്നത് ദൈവത്തിന് അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ലൈഫ് ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ. ഇവളുടെ കുറേ വിളിയുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് പറയും ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫേമസായി സബ്സ്ക്രൈബ് കൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പറയുന്നത്. പക്ഷെ അത് ഒന്നും നടക്കത്തുമില്ല. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട. കണ്ട വിളിക്കുന്നു, ചുമ്മാ വിളിക്കുന്നേ, ചുമ്മാ കണ്ണ്. അപ്പം എന്നാൽ കയറി വരട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത് നല്ല രസമുണ്ടില്ലേ? എന്തോ അവിടെ എന്തോ സംഭവം. ഇത് നമ്മള് ശബരിമല പോകുന്ന വഴിയാടാ, പോകുന്ന വഴിയാണ്. അവിടെ ഒന്ന് പണി നടക്കുവാ. ശബരിമല പോകുന്ന വഴി ഖനനം നടക്കുന്നു, പാറ പൊട്ടിച്ച് ഖനനം നടക്കുന്നു. ഇവിടെ നല്ല വ്യൂ അങ്ങോട്ട് നോക്കുമ്പോ അത് തന്നെ കാണിക്കും. നീ അത് വീഡിയോ എടുക്കണേ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ JCB-നകത്താ ഞാൻ നോക്കിയത്. നല്ല അടിപൊളി സ്ഥലം. ഇനി കാടാ, ഫുള്ളും കാണാം. നോക്കൂ, മനോഹരമായ കാട്. പ്രണവും ഞാനും കൂടെ വന്നായിരുന്നു. അപ്പൊ ഗേസ് അതാണ് പമ്പ നദി. കാണാൻ പറ്റുന്ന പമ്പ നദിയാണത്. നമ്മളിപ്പോ പമ്പയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല വ്യൂ ഗേസ്. അടിപൊളി വ്യൂ ഗേസ്. ഇനി ഇവിടെ 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 നിർത്തി ശരിയാക്കില്ല. ഞാൻ എടുത്തോളാം ഗേസ്. അതുകൊണ്ട് അത് പമ്പ, അതാണ് പമ്പ. അതുകൊണ്ട് ഗേസ് മൈൻഡ് ആക്കണ്ട. എൻ്റെ അമ്മോ കൊക്ക പേടിച്ചു പോയാ. അയ്യോ അവര് കണ്ടേ കോട. കൂട കൂട നല്ല വെയിലുണ്ട് കേട്ടോ. നീ കാണാനും പറ്റും. നല്ല വെയിൽ, നല്ല വെയിലാ. അയ്യോ ഇല്ല, അവൻ കോട എടുത്ത് വെച്ചില്ല. ഇല്ല, അവൻ കളിച്ചോണ്ടിരുന്നു. കോട വീട്ടിൽ വെച്ചിട്ട് വന്നു. വീട്ടിൽ ബസ് എല്ലാം വരുന്നുണ്ടല്ലേ. ഇങ്ങോട്ട് പോന്നേ. കോട എടുക്കാൻ മറന്നുപോയി. വീട്ടിനകത്ത് വെച്ച് മറന്നുപോയി. അപ്പൊ അമ്മയല്ലേ പറഞ്ഞ എന്റെ അടുത്ത് നിന്റെ വീട് കാണിക്കുന്ന അവർ അങ്ങോട്ട് കാണിക്കേ. ഇല്ലെങ്കിലോ സ്ഥലങ്ങൾ മേൽഭാഗം കണ്ടോ, മേൽഭാഗം കണ്ടോ, ഇതൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന വഴി എന്തുവാ പൂ അതൊക്കെ കാണിക്കേ. എടുത്ത് ഞാൻ കൈ കൊടുത്താ കൂടാ. നമ്മള് പമ്പയാട്ടാ. മഞ്ഞപ്പൂ, ചുവന്ന പൂ, ഫുള്ളും പണിയാണല്ലേ. അവിടെയും പണിയുണ്ട്. അവിടെ നമ്മളറിയാൻ കഴിയുമ്പോൾ ആൾക്കാർ അവിടെ കയറി വരവ്. പട്ടിയുള്ള സമയത്ത് അടിപൊളിയില് സൂപ്പർ ആയിട്ടുണ്ട്. വരണ്ടെന്ന് പറഞ്ഞത് ഏരിയ മറ്റേ കുന്നുമൊന്നുമല്ലേ കാണത്തുള്ളൂ. സ്ഥലങ്ങളൊന്നും താഴെ അവിടെ എന്തോ നമ്മളെ താഴെ കയറി വന്നത്. ഓ ശരിയാ, മലകൾ നോക്കിയിട്ട് താഴത്തെ റൂട്ട് നോക്കുന്നത് നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇത്രയും മലയിൽ നിന്നിടയിൽ നിന്നാണ് അയ്യപ്പൻ അമ്പ്. ഇത്രയും ഭാഗത്ത് വെയിലാതെ അവിടെ എന്തോ ഇങ്ങനെ മങ്ങി ആ ഒരു നെഴല് പോലെ. മേഘത്തിന് നിഴലടിക്കുന്നത് അതാ തണലടിക്കുന്നത്. നമ്മളറിയേണ്ട കാര്യമില്ല. പക്ഷെ നല്ല രസം. കാര്യം അപ്പടെ ചോദിക്കുന്നു. അപ്പടെ ഒന്നും ചോദിക്കാൻ മോനോട് ഒന്നും ചോദിക്കാൻ ഉണ്ടായിരുന്ന അവിടെ വണ്ടി ഇട്ടേക്കുന്നു. അങ്ങനെ വണ്ടി ഇട്ടേ അറിയത്തില്ല. സൂപ്പർ. മാറിക്കേ ഇത്
അറിഞ്ഞോ? എന്റെ ചെവി അടഞ്ഞു. എൻ്റെ ഇല്ല, അടഞ്ഞില്ല. എല്ലാവരുടെയും അടഞ്ഞു, എൻ്റെ മാത്രം അടഞ്ഞില്ല. ഇറങ്ങി അവിടെ എന്തോ സംഭവം ഉണ്ട്. ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇറങ്ങുന്നില്ല. വേറെ എന്തൊക്കെ അവിടെ അടുക്ക പോയാ പതുക്കെ പോയാൽ പോരെ. താഴോട്ട്